യേശുക്രിസ്തു മനുഷ്യനായി പിറന്നപ്പോൾ ഒഴിച്ചു വെച്ചത് എന്തായിരുന്നു? അവിടുന്ന് തൻ്റെ ദൈവത്വം മാറ്റിവെച്ചില്ല. അവിടുന്ന് എന്നും ദൈവമായിരുന്നു. ചിന്തിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചാണ് ഫിലിപ്പർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസംഗിക്കുവാനും പഠിക്കുവാനുമൊക്കെ വളരെ ആകർഷകമെങ്കിലും ദൈവസഹായം കൂടാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം പഠിച്ചിരുന്നല്ലോ. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തായിരുന്നപ്പോഴും അവൻ പദവിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ആ പദവിക്ക് വേണ്ടി യാതൊന്നും മുറുകെ പിടിച്ചിരുന്നില്ല. ക്രിസ്തു ദൈവത്തെക്കുറിച്ച് ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചതല്ല. വേറെ ഏതെങ്കിലും പദവിയിൽ നിന്നും ഉയർന്നു വന്നവരുമല്ല ക്രിസ്തു ദൈവമായിരുന്നു. 33.5 വർഷത്തേക്ക് ഞാനില്ല, എങ്കിലും എൻ്റെ പദവി ഇവിടെ സൂക്ഷിച്ചു വച്ചേക്കണമെന്ന് യേശുക്രിസ്തു പിതാവിനോട് വന്ന് പറയേണ്ടത് ആവശ്യമില്ലായിരുന്നു. കാരണം അവൻ ദൈവമായിരുന്നു. അവൻ്റെ പദവി അവന് തന്നെ ഉള്ളതാണ്. അത് ആർക്കും എടുത്തു കളവാൻ സാധിക്കില്ല. അതാരും അവന് കൊടുത്തതല്ല. അവിടുന്ന് ദൈവമാണ്. അതേസമയം തന്നെ അവൻ സ്വർഗം വിട്ടിറങ്ങിയത് മനസ്സില്ലാ മനസ്സോടെയുമല്ല. സ്വർഗം വിട്ടുപോകുവാൻ എനിക്കിഷ്ടമില്ല, ഭൂമിയിലേക്കുള്ള യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല. അവൻ സന്തോഷത്തോടെ ഈ ഭൂമിയിലേക്ക് വന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു എന്നാണ്. അവൻ ക്രൂശ് സഹിച്ചത് അതോർത്തിട്ടാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അപ്പോൾ അവൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. സന്തോഷത്തോടെയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ പിടിച്ചുകൊണ്ടിരിപ്പാൻ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഉപേക്ഷിച്ചു പോരുകയല്ല അവൻ ചെയ്തത്. താഴ്മയുടെ 2-ാമത്തെ പടി നാം തുടർന്ന് കാണുന്നു. 7-ാം വാക്യത്തിൽ അവൻ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്നതിൻ്റെ അർത്ഥം ശൂന്യമാക്കുക എന്നാണ്. തന്നെത്താൻ ശൂന്യമാക്കുക. മൂലഭാഷ ഗ്രീക്ക് ഭാഷയിൽ കിനോ എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെ സൈലൻ്റാണ്. എന്നാലും ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ എംറ്റി എന്ന് പറയും. ഈ വാക്കിൽ നിന്നാണ് നോസിസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് അതിൻ്റെ പേര് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചു. എന്നാൽ അവൻ തന്നെത്താൻ എന്താണ് ഒഴിച്ചു വെച്ചത് എന്ന ചോദ്യം എല്ലാവർക്കുമുണ്ട്. അവൻ തന്നെ ദൈവത്വം ഒഴിച്ചു കളഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ആദിമസഭയിൽ ജ്ഞാനവാദികൾ, നോസ്റ്റിക്സ്, അവരാണ് ഒന്നാമത്തെ ദുരുപദേശം പ്രചരിപ്പിച്ചത്. ക്രിസ്തു തൻ്റെ ദൈവത്വം ഒഴിച്ചു വച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആരംഭിച്ചത്. അവർ പറഞ്ഞു, ക്രിസ്തു സ്നാനമേറ്റപ്പോൾ അവൻ്റെ മേൽ ദൈവത്വം കടന്നു വന്നു എന്നും അത് ക്രൂശിൽ വെച്ച് വിട്ടുപോയി എന്നുമാണ് ജ്ഞാനവാദികൾ പഠിപ്പിച്ചിരുന്നത്. തിരുവചനത്തിൽ ഇതിന് യാതൊരു തെളിവും കാണുന്നില്ല. ക്രിസ്തു എന്തോ ഒന്ന് ഒഴിച്ചു കളഞ്ഞു, എന്നാൽ അത് അവൻ്റെ ദൈവത്വമായിരുന്നില്ല. മറിയയുടെ മടിയിലിരിക്കുന്ന ശിശുവായ യേശുവും 100% ദൈവമായിരുന്നു.
യേശു ഒരു നിമിഷം പോലും ദൈവമല്ലാതിരുന്നിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എന്നാൽ പിന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് തന്നെത്താൻ ഒഴിച്ചത്? അവൻ ദൈവത്വത്തിൻ്റെ പ്രത്യേക പദവികളാണ് ഒഴിച്ചു വെച്ചത്. ചില പരിമിതികൾക്ക് വിധേയനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ അവ സ്വയപരിമിതികൾ ആയിരുന്നില്ല. അവൻ ദൈവമല്ലാതെ ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ അവൻ മനുഷ്യനായിരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അല്പം പോലും കുറവുള്ളവനുമായിരുന്നില്ല. എന്നാൽ അവൻ ദൈവത്വത്തിൻ്റെ പ്രത്യേക പദവികൾ ഒഴിച്ചു വെക്കുകയാണ് ചെയ്തത്. ദൈവപുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ ഏതാനും ചില ആട്ടിടയന്മാരും വിദ്വാൻമാരും ദൂതന്മാരുടെ സംഘം പോലും ഒരു ചെറിയ കൂട്ടം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവനെ സ്വീകരിപ്പാൻ. വലിയൊരു കൂട്ടം എന്ന് മാത്രമല്ല, അഖിലാണ്ടം മുഴുവൻ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. കിഴക്ക് നിന്നും ഏതാനും ചില വിദ്വാൻമാർ മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലാം അവർ അവിടെ വന്നു ചേരേണ്ടതായിരുന്നു. അന്ന് യെരുശലേം ദൈവാലയം ശൂന്യമായി കിടക്കേണ്ടതായിരുന്നു. കാരണം അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവ് ഇതാ ബേത്ലഹേമിൽ ജനിച്ചു. അവരെല്ലാവരും ബേത്ലഹേമിലേക്ക് പോകണമായിരുന്നു. എന്നാൽ അവർ അപ്രകാരം ചെയ്തില്ല. എന്തുകൊണ്ടാണ് അവരൊക്കെ അവിടെ വരുവാൻ ക്രിസ്തു അവരെ നിർബന്ധിക്കാഞ്ഞത്? അവൻ ദൈവത്വത്തിൻ്റെ പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഒഴിച്ചു വെച്ചതാണ് അതിൻ്റെ കാരണം. അവൻ വൃത്തിഹീനവും മലീമസവുമായ ഒരു ഗോശാലയിൽ വന്ന് പിറക്കുവാൻ തയ്യാറായിരുന്നു. നസ്രേത്ത് എന്ന പേരോടുകൂടിയ കുഴപ്പം പിടിച്ച ഒരു പട്ടണത്തിൽ പാർത്തു വളരുവാൻ അവൻ തയ്യാറായിരുന്നു. അറിയപ്പെടാത്തൊരു തച്ചനായി തീരുവാൻ അവൻ ഒരുക്കമായിരുന്നു. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ തേജസ് അവനോട് കൂടെ ഇരിക്കാമായിരുന്നു. എന്നാൽ അവൻ അപ്രകാരം ആയിരുന്നില്ല. അവർക്ക് പിടിക്കേണ്ട മനുഷ്യനെ തിരിച്ചറിയുവാനായി യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ യൂദായ്ക്ക് അവനെ ചുംബിക്കേണ്ടതായി വന്നു എന്ന് നാം വായിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഉൾപ്രകാശമോ പ്രഭയോ അവന് ചുറ്റും ഉണ്ടായിരുന്നില്ല. അവനൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒഴിച്ചു വെച്ചു. കർത്താവ് തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം അവൻ്റെ ഈ ലോകത്തിൽ അവൻ കഴിച്ച അവസാന രാത്രിയിൽ തനിക്കുള്ളവരെ തൻ്റെ അരികിൽ കൂട്ടിയിട്ട് തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് വളരെ നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. തൻ്റെ മഹത്വം പുനഃസ്ഥാപിക്കപ്പെടണമേ എന്നും അവൻ പ്രാർത്ഥിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കുക. തൻ്റെ ദൈവത്വം പുനഃസ്ഥാപിച്ച് കിട്ടേണ്ടതില്ല. യേശു അതിനല്ല പ്രാർത്ഥിച്ചത്. കാരണം അവൻ ഒരിക്കലും തൻ്റെ ദൈവത്വം ഉപേക്ഷിച്ചിരുന്നില്ല. ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ അവസരത്തിൽ തൻ്റെ മഹത്വം, അതായത് ദൈവത്വത്തിൻ്റെ ഒരു അവകാശമായ മഹത്വപ്രകാശം പുനഃസ്ഥാപിച്ച് കിട്ടുവാനായിട്ടാണ് അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അത് അവൻ ഒഴിച്ചു വെച്ചു എന്ന് കരുതാവുന്നതത്രേ. ഇനി മൂന്നാമതായി അവൻ ഒഴിച്ചു വെച്ചത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. കർത്താവായ യേശു ഈ ഭൂമിയിൽ ഒരു ദാസനായിട്ടാണ് വന്നത്. ഒരു തച്ചനായി അവൻ ജോലി ചെയ്തു.
ഒരു സാധാരണ തച്ചൻ. അവൻ തൻ്റെ മേലൊരു ദാസരൂപം ഏറ്റെടുത്തു. യേശുവിനെ കൈസരുടെ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു, അവൻ രാജാവായിരുന്നു. എന്നാൽ പ്രാരംഭകാലങ്ങളിൽ അവൻ ആ അവകാശവാദം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. യെരുശലേമിലേക്കുള്ള വിജയപ്രവേശനത്തിൻ്റെ സമയം വരെയും അവനൊരു രാജാവാണെന്ന് അവകാശപ്പെട്ടിരുന്നില്ല. ഇതാണ് വാസ്തവം. ഈ ഭൂമിയിൽ താഴ്മയും വിനയവുമുള്ള തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായിട്ടാണ് യേശു വന്നത്, ജീവിച്ചത്. മനുഷ്യനായി തീരുവാൻ അവൻ തന്നെ താഴ്ത്തിയെന്ന് മാത്രമല്ല, നമ്മിൽ ഭൂരിപക്ഷം പേരും ആയിരിക്കുന്ന സാധാരണക്കാരുടെ സാഹചര്യത്തിലേക്കാണ് കർത്താവായ യേശു ഇറങ്ങി വന്നത്. അവൻ സാധാരണക്കാരനായ ഒരു ചെറിയ വ്യക്തിയായി ഇവിടെ കാണപ്പെട്ടു. സാധാരണക്കാരായ ചെറിയ മനുഷ്യരിൽ ഒരാളായിരുന്നു അവൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകൻ എഴുതിയിട്ടുള്ളതാണ്. ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന മുളയായി അവനെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. യേശു ജനിച്ചപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മറിയ ഒരു സാധാരണ തൊഴിൽക്കാരിയായിരുന്നു. നസ്രേത്ത് എന്ന ചെറിയ ആ പട്ടണത്തിൽ പാർത്തിരുന്ന തൊഴിലാളികളായിരുന്നു അവർ. എന്നാൽ യേശു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനല്ലായിരുന്നുവോ? അതെ, അവൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്നു. എന്നാൽ അവൻ്റെ പിതാവായ ഇശായിയും അവൻ്റെ പൂർവികന്മാരും ബേത്ലഹേമിലെ കൃഷിക്കാരായിരുന്നു. നമ്മുടെ കർത്താവ് ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ പറയുന്നു അവൻ ദാസരൂപമെടുത്തു എന്ന്. അവൻ്റെ താഴ്മയുടെ 4-ാമത്തെ പടി ഇതാണ്, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരായിരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിനാൽ മനുഷ്യരായി തീരുന്നത് താഴ്മയുടെ പടിയാണെന്ന വസ്തുത മനസ്സിലാക്കുവാൻ നമുക്ക് വിഷമമാണ്, ഇല്ലേ? മനുഷ്യനായിരിക്കുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണെന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഇത് എങ്ങനെയാണ് താഴ്മയായിത്തീരുന്നത്? സുഹൃത്തെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞൊരു മനുഷ്യനായി തീർന്നു. അവൻ നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേലേറ്റെടുത്തു. ശ്രദ്ധിക്കണേ, അപ്പോൾ അവൻ മനുഷ്യ സാദൃശ്യത്തിലായിത്തീർന്നു. അവൻ താൻ ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവിൻ്റെ താഴ്മയുടെ 5-ാമത്തെ പടി അവൻ സ്വയം താഴ്ത്തി എന്നതാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മെ താഴ്ത്തുന്ന രീതിയിലുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ചെയ്യുവാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണത്താൽ ഈ വിഷയം ഒന്ന് വിവരിക്കാം. ജോൺ വെസ്ലി എന്ന ഉണർവ് പ്രസംഗനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ജോൺ വെസ്ലി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായൊരു നല്ല സംഭവം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു തോട് കുറുകെ കടക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടി ഒരു തടിപ്പാലം, വീതി കുറഞ്ഞ ഒരു തടിപ്പാലം ഉണ്ടായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് അതിന്മേൽ കൂടി പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോൺ വെസ്ലി പാലത്തിൽ കയറി അല്പദൂരം നടന്നപ്പോഴാണ് തൻ്റെ എതിർവശത്തു നിന്നും സാധാരണ തന്നെ എതിർക്കുന്ന മറ്റൊരു പ്രസംഗകൻ വരുന്നത് കണ്ടത്. അന്നത്തെ അറിയപ്പെട്ട ഒരു ദുരുപദേശകനായിരുന്നു ഈ എതിർവശത്തു നിന്ന് വരുന്ന മനുഷ്യൻ. ജോൺ വെസ്ലിയെ കിട്ടിയ അവസരം ആ മനുഷ്യൻ പാഴാക്കുവാൻ ആഗ്രഹിച്ചില്ല. ദേഷ്യത്തോടെ അയാൾ ഇപ്രകാരം പറഞ്ഞു, സാധാരണ ഒരു വിഡ്ഢിക്ക് ഞാൻ വഴിമാറിക്കൊടുക്കാറില്ല എന്ന്. അതിന് ക്ഷുഭിതനായ അയാളുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ ജോൺ വെസ്ലി ഒന്ന് നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പുറകോട്ട് നടക്കുവാൻ ആരംഭിച്ചു. ഞാൻ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് വഴി മാറിക്കൊടുക്കും എന്ന്.
താഴ്ത്തേണ്ടതായ സ്ഥാനത്ത് സ്വയം താഴ്ത്താത്തതല്ലേ നമ്മുടെ പരാജയങ്ങളുടെ കാരണം? ഒരു വാക്കിനോ ഒരു ഭാവത്തിനോ ഒരു പ്രവർത്തനത്തിനോ മറുപടി നൽകാതെ നമുക്ക് ഉറക്കം വരില്ല. താഴ്മയില്ലാത്തതാണ് കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം. താഴ്മയില്ലാത്തതാണ് അയൽവക്കക്കാർ തമ്മിൽ പ്രയാസം ഉണ്ടാകുന്നതിന് കാരണം. താഴ്മയില്ലാത്തതാണ് ജോലിസ്ഥലത്തെ സംഘർഷത്തിന് കാരണം. എല്ലാവരും ചിന്തിക്കുന്നത് താഴേണ്ടത് മറ്റേ ആളാകുന്നു എന്നത്രേ. ഭർത്താവ് ചിന്തിക്കുന്നു, അവളല്ലേ ഭാര്യ, അവളാണ് താഴേണ്ടത്. ഭാര്യയുടെ പക്ഷം, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അല്ല ചെയ്തെങ്കിൽ തന്നെ എപ്പോഴും ഞാനല്ലേ താഴുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കട്ടെ. അങ്ങനെ പ്രശ്നം നീണ്ടു പോകും. ഇതെല്ലാം എല്ലാ രംഗത്തും കാണുന്നുണ്ട്. പഴമക്കാർ പറയുമായിരുന്നല്ലോ, ഒരു നാഴി മറ്റൊരു നാഴിയിൽ കൊള്ളുകയില്ല എന്ന്. പണ്ടൊക്കെ നാഴി വെച്ചായിരുന്നല്ലോ അരി അളക്കുന്നത്. ഒന്ന് ചെറുതായെങ്കിലേ ലക്ഷ്യം സാധിക്കൂ. ആരാണ് അതിന് തയ്യാറാക്കുക? മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതിനാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. താഴ്മയുടെ 6ാമത്തെ പടിയാണ് നാം ഇനിയും കാണുന്നത്. അവന് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. മരണമെന്നുള്ളത് ഒരുവനെ താഴ്ത്തിക്കളയുന്ന കാര്യം തന്നെയാണ്, സംശയമില്ല. അത് സാധാരണമായ കാര്യമല്ല. മരിക്കുവാനായിട്ടല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. പാപം മൂലമാണ് മനുഷ്യൻ മരിക്കുന്നത്. അവൻ്റെ അതിക്രമങ്ങൾ നിമിത്തം ആണ് മനുഷ്യൻ മരിക്കുന്നത്. ഏകൻ്റെ അതിക്രമത്താൽ മരണം ലോകത്തിൽ വന്നു എന്ന് നാം വായിക്കുന്നു. ആദാമാണ് ആ മനുഷ്യൻ. മരണം സകല മനുഷ്യരിലും കടന്നിരിക്കുന്നു. എന്നാൽ മരിക്കുന്നതിനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മിൽ നിന്നും അല്പം വ്യത്യസ്തത ഉള്ളവനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു പിറന്നത്. താങ്കളും ഞാനും ജീവിക്കാനാണ് ഇവിടേക്ക് വരുന്നത്. നാം മരിക്കുവാൻ ആഗ്രഹമുള്ളവരല്ല, നിവർത്തികെട്ടിട്ടാണ് മരിക്കുന്നത്. ജീവിക്കണമെന്നത്രേ നമ്മുടെ താല്പര്യം. എന്നാൽ കർത്താവായ യേശു മരിക്കുവാനായിട്ടാണ് ജനിച്ചത്. മരിക്കുവാനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ സ്വമനസ്സ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് മരിക്കുവാൻ ആഗ്രഹമില്ലെങ്കിലും മരിച്ചേ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അവന് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ അവൻ മരിക്കുവാൻ താല്പര്യപ്പെട്ടു എന്ന് നാം കാണുന്നു. ഞാനും താങ്കളും അവനിൽ ആശ്രയം വയ്ക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മെ രക്ഷിക്കേണ്ടതിനായിട്ടാണ് അവൻ മരിക്കുവാൻ തയ്യാറായത്. യേശു കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 15, 17, 18 വാക്യങ്ങൾ. യോഹന്നാൻ 10:15. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ക്രിസ്തുവിൻ്റെ താഴ്മയുടെ അവസാനത്തേതായ പടി, അതായത് 7ാമത്തെ പടി, ക്രൂശിലെ മരണത്തോളം എന്നതാണ്. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നിന്ദ്യമായ രീതിയിലുള്ള ഒരു മരണമായിരുന്നു അവൻ്റെ മരണം. ക്രിസ്തു സ്വയം താഴ്ത്തിയ 7 പടികൾ പോലെ തന്നെ ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയ 7 പടികൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ മനസ്സ്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഉയർച്ചയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തിയതിൻ്റെ 1-ാമത്തെ പടിയാണിത്. ദൈവവും അവനെ ഉയർത്തി. അവൻ സൃഷ്ടിച്ച ഈ അഖിലാണ്ടത്തിൽ യേശുക്രിസ്തു ഉയർത്തപ്പെടണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം. എവിടെ മനുഷ്യന് അധിവസിക്കുന്നുവോ, എവിടെ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചുവോ, ആ ഭൂമിയിൽ തന്നെ ക്രിസ്തുവിനെ ഉയർത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഈ ഭൂമിയെ ശ്രദ്ധേയവും മഹത്വകരവുമാക്കുന്നത്
ഇവിടെ നടന്നതായ ക്രിസ്തുവിൻ്റെ മരണമൊന്നു മാത്രമാണ്. വാനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അഖിലാണ്ടത്തിൽ നാം വെറുമൊരു പൊട്ടു മാത്രമാകുന്നു എന്നാണ്, ഒരു കുത്തുപോലെ മാത്രമാണ്. ഈ ഭൂമിയെ തുടച്ചു മാറ്റിയാൽ തന്നെയും അഖിലാണ്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഗതിയൊന്നും ആയിരിക്കുകയില്ല. അത് തികച്ചും വാസ്തവമായ കാര്യമാണ്. ഒരു ചെറിയ ഗ്രഹത്തെ ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയാണ് മനുഷ്യരെന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ അതാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയും ക്രൂശിൽ മനുഷ്യന് വേണ്ടി മരിക്കുകയും ചെയ്തു എന്നത്രേ മനുഷ്യന് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഉന്നതമായ പദവി നൽകിക്കൊടുത്തത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് നാം വായിച്ചു. അവൻ്റെ ഉയർച്ചയുടെ രണ്ടാമത്തെ പടി സകല നാമത്തിനും മേലായ നാമം നൽകി എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ നാമം വൃഥാ എടുക്കുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നാം ഇത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ചിലർ ശാപവാക്കായും പരിഹാസ വിഷയവുമായി കരുതുന്ന നാമം ഏറ്റവും ഉയർന്ന നാമമാക്കി തീർക്കുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. ഈ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർച്ചയുടെ അടുത്ത 3 പടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ പടി അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിങ്കൽ എന്നതാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ബേത്ലഹേമിലെ അവൻ്റെ ജനനത്തിനു മുൻപ് ദൂതൻ ഇപ്രകാരം പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇനിയും പ്രവചനവുമായുള്ള ബന്ധം നമുക്ക് ശ്രദ്ധിക്കാം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നതായി വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കാണുവാൻ കഴിയുമോ? അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പ്രവചനം നിവൃത്തിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ഇത് നിവർത്തിക്കപ്പെട്ട മനോഹരമായ പ്രവചനങ്ങളിലൊന്നാണ്. ദൂതൻ പറഞ്ഞത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് അവന് പേരിടണം എന്നത്രേ. താങ്കൾക്ക് എന്നെ യേശു എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പോലും രക്ഷിപ്പാൻ കഴിയില്ല. താങ്കളെയും യേശു എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയില്ല. താങ്കൾക്ക് താങ്കളെ രക്ഷിപ്പാൻ കഴിയുകയില്ലല്ലോ. നാം എല്ലാവരും ഒരേ കപ്പലിലാണ്. മനുഷ്യകുലം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലാണ്. അത് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷകൻ ഉണ്ടാകണമെങ്കിൽ അവൻ പുറത്തുനിന്ന് വരേണ്ടതാണ്. മനുഷ്യ കുടുംബത്തിനും പുറമേ നിന്നാണ് ആ രക്ഷകൻ വരേണ്ടത്. യാതൊരു മനുഷ്യനും മനുഷ്യൻ്റെ രക്ഷകനായിരിക്കാൻ കഴിയുകയില്ല. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ എങ്ങനെ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനാകും? അവൻ ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ ആയിരിക്കുന്നത് കൊണ്ട് അത് സാധ്യമാണ്. ബേത്ലഹേമിൽ ജനിച്ച ശിശു ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേലാണ്. അവൻ ദൂതന്മാരുടെ രൂപമല്ല, മനുഷ്യരുടെ, അതെ, നമ്മുടെ ഓരോരുത്തരുടെയും രൂപമാണ് തൻ്റെ മേലെടുത്തത്. അവൻ ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേലാണ്. അവൻ ഇമ്മാനുവേലായിരിക്കുന്നത് കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വേറൊരു വ്യക്തിയെയും യേശു എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല എന്നത് എത്ര വലിയ വാസ്തവമാണ്. ദൈവം പറയുന്നത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് നൽകപ്പെട്ട നാമം ഞാൻ സകല നാമത്തിനും മേലായി ഉയർത്തുവാൻ പോവുകയാണ് എന്നത്രേ. യേശുവിൻ്റെ ഉയർച്ചയുടെ 4-ാമത്തെ പടി സ്വർലോകരുടെയും എന്നതാണത്. 5-ാമത്തെ പടി ഭൂലോകരുടെയും എന്നതാണ്. 6-ാമത്തെ പടി അധോലോകരുടെയും എന്നതാണ്. സകല മനുഷ്യരും അവസാനം രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നവർ ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. ഫിലിപ്പി ലേഖനത്തിൻ്റെ വിഷയം ക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണ്. അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങത്തക്ക വിധം ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി
എന്നതാണ് ഇവിടുത്തെ വസ്തുത. അതായത് യേശു കർത്താവാകയാൽ പാതാളം പോലും അവൻ്റെ മുമ്പാകെ മുട്ടുമടക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. അവൻ ദൈവമാണ്. വെറുതെ മുട്ടുമടക്കുന്നത് രക്ഷയെ അല്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചല്ല പറയുന്നത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് വായിക്കുന്നു. അവിടെ പറയുന്നത് യേശുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷയെയും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തെയുമാണ്. എന്താണ് നിരപ്പിച്ചിരിക്കുന്നത്? എന്താണ് വീണ്ടെടുത്തത്? അതിൽ പാതാളവും ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അധോലോകം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഈ വാക്യത്തിൽ വീണ്ടെടുപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ ആണ് പാതാളത്തെക്കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത്. പാതാളത്തിൽ വീണ്ടെടുപ്പില്ല. ഈ രണ്ട് വാക്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചാൽ അധോലോകരിൽ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർ അവൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും, അതെ, ക്രിസ്തുവിൻ്റെ ഉയർച്ചയുടെ 7-ാമത്തേതും അവസാനത്തേതുമായ പടി കൂടി ഞാൻ പറയാം. 11-ാം വാക്യത്തിൽ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാവരും അവനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. നരകത്തിൽ പോലും അവർക്ക് യേശു കർത്താവാണെന്ന് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. അത് തന്നെ അവരുടെ യാതന വർദ്ധിപ്പിക്കുന്ന സംഗതി ആണെന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശു താങ്കളുടെ കർത്താവ് അല്ല എങ്കിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നതിൽ താങ്കൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവൻ താങ്കളുടെ ജീവിതത്തിൻ്റെ കർത്താവാണെന്ന് പറയുന്നതിന് മുൻപായി, പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ താങ്കളുടെ രക്ഷകനായി അറിയുകയാണ് വേണ്ടത്. അവിടുന്ന് താങ്കളുടെ രക്ഷകനാണെങ്കിൽ താങ്കളുടെ കർത്താവായി അവനോട് താങ്കൾക്ക് അനുസരണമുള്ളവനായി തീരാവുന്നതാണ്. യേശുക്രിസ്തു എൻ്റെ ഉത്തമ സഖിയാണെന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മതയോടെ ആയിരിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ അവനെ നമ്മുടെ സ്നേഹിതനെന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവനെ നാം അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ കർത്താവല്ല എന്ന് നാം മറക്കരുത്. ഈ ക്രിസ്തുവിനെ, ഇത്രയും ദൈവം ഉയർത്തിയ ഈ കർത്താവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിപ്പാൻ താങ്കൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം എന്ന ചിന്ത വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉയർത്തുന്നത്. ക്രിസ്തുവിൻ്റെ താഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പാട് മാത്രമേ ക്രിസ്തുവുമായി ഏകാത്മാവാകുവാൻ നമ്മെ സഹായിക്കുകയുള്ളൂ. യെശയ്യാവിൻ്റെ പ്രവചനം അപ്പോസ്തല പ്രവൃത്തികളിൽ എടുത്തെഴുതിയപ്പോൾ അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രന് ലഭിക്കേണ്ടതൊന്നും ലോകം ക്രിസ്തുവിന് നൽകിയില്ലെന്ന് മാത്രമല്ല, ലോകനീതി പോലും തനിക്ക് നിഷേധിക്കുകയും ചെയ്തു. മുമ്പിൽ വച്ചിരുന്ന സന്തോഷം, ഇവയെല്ലാം സഹിക്കുവാൻ തന്നെ പ്രാപ്തനാക്കിയെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. അതുകൊണ്ട് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന വചനത്തിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൻ്റെ താഴ്ചയും ദൈവം യേശുവിനെ ഉയർത്തിയ വിധവും പഠിക്കുന്നത് നമ്മെ സഹായിക്കും. യേശുവിൻ കൂടെ താഴുവാനും യേശുവിൻ കൂടെ വാഴുവാനും പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ആഗ്രഹിക്കാം.